തലച്ചോറില്ലാത്തവർക്ക് പൊതിച്ചോറ് വെച്ച് കൊടുക്കുന്നു. നമ്പർ വെറൈറ്റി സാധനം. മൂക്കിലൂടെ ശ്വാസം വിടാനായിട്ട് ഓൺലൈൻ വഴി 5 പൈസ ഇല്ലാതെ പഠിപ്പിക്കുന്നു. മൂക്കിലൂടെ ശ്വാസം വിടാൻ. എൻ്റെ ദൈവമേ, ഇത് അതിൻ്റെ സിൻസിയറായിട്ടൊരു കമ്പനി. ലൈൻ ഇല്ലാത്തവർക്ക് ലൈൻ സെറ്റാക്കി കൊടുക്കുന്നു. കോൺടാക്ട് 63 അതുള്ള നമ്പറാണെന്ന് തോന്നുന്നില്ല, ജെന്യൂനാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ഫണ്ട് എന്ന് വെച്ചൊരു ഫണ്ണായിട്ടുള്ള വീഡിയോ ചെയ്യാം. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ട്രെൻഡിങ് നിൽക്കുന്നതാണ്. എല്ലാവർക്കും വെറൈറ്റി ജോലികൾ തരപ്പെടുത്തി കൊടുക്കും. അതിന് കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇവിടെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളെ കുരയ്ക്കാൻ പഠിപ്പിക്കാൻ കോൺടാക്ട് ചെയ്യുക, പൂച്ചയെ വാലാട്ടം പഠിപ്പിക്കുക, അങ്ങനെ കുറേ പഠിപ്പീരുകൾ. ഒരു നമ്പർ വന്നിട്ട് 1 2 3 4 5 ഒക്കെ പറഞ്ഞൊരു നമ്പർ വന്നിട്ട് ഇതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറേ വെറൈറ്റി ജോലികൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം അഖിൽ NRD ഇട്ടൊരു വീഡിയോ കാണാം. ചിരിച്ചു ഉപ്പാട് തീർന്നു. ഒന്നുകൂടെ ഞാൻ കാണാം. ഹോസ്റ്റല് വഴി നീന്തൽ പഠിപ്പിക്കാൻ നമ്പർ പൊട്ടിച്ചു കൊടുക്കും. നമ്പർ സ്കൂട്ടറിൽ തൊളയിട്ട് പെട്രോൾ അടിക്കപ്പെടും. പറക്കുന്ന പ്ലെയിന് ആകാശത്ത് വെച്ച് തന്നെ പെയിന്റ് അടിച്ചു കൊടുക്കപ്പെടും. കുഞ്ഞുങ്ങളെ ചെറിയ റേറ്റിൽ നീന്താൻ പഠിപ്പിക്കുക, പട്ടിക്കുഞ്ഞുങ്ങളെ കൊരിക്കാൻ പഠിപ്പിക്കാം. തീർന്നിട്ടില്ലയോ? പട്ടിയുടെ വാല് നേരാക്കി കൊടുക്കുക, ജീരകത്തിന്റെ തൊലി പൊളിച്ചു കൊടുക്കുക, കൊമ്പ് വെച്ച് കൊടുക്കുക, പൊട്ടിയ പാറ ഒട്ടിച്ചു കൊടുക്കുക, കാക്കയെ മറന്ന് പറക്കാൻ പഠിപ്പിക്കുക. അല്ലടാ നിന്റെ സൗണ്ട് കുറഞ്ഞ ചെലവില് നമ്പൂതിരി ഭാഷ പഠിപ്പിച്ച് കൊടുക്കപ്പെടും. നമ്പര് പറയാ. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കാം. കമൻറ്റ് അടിപൊളിയാണ്. ഞാൻ അധികം വായിച്ചില്ല കേട്ടോ, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ വായിക്കാമെന്ന് വെച്ചു. ശബ്ദമില്ലാതെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്നു. എൻ്റെ ദൈവമേ. കോൺടാക്ട് നമ്പർ കേൾക്കണേ, 30350143227 350143227. 8 നമ്പറുകൾ കേട്ടോ. ആരും വിളിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ഒരു പ്രാവശ്യം ഈ സംഭവം കണ്ടപ്പോഴേ അന്നൊന്ന് വിളിക്കാമെന്ന് വെച്ചാൽ നമ്പർ നോക്കിയപ്പോൾ ആകെ 5 നമ്പറും ചിലതിൽ 9 നമ്പറും ചിലത് 10 ഉണ്ടെങ്കിലും ആരും വിളിച്ചേക്കില്ല. വേറെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചെല്ലും. എല്ലാവർക്കും അറിയാം, എന്നാലും ചുമ്മാ പറയുന്നത്. സിപ്പിൽ കുടുങ്ങിയ ചുക്കാമണി വേദന ഇല്ലാതെ പുറത്തെടുക്കുന്നു. പണ്ടത്തെ 90s കിഡ്സിന് സ്പെഷ്യലി ഇത് ഓർമ്മ വരും. കാരണം മിക്കപ്പോഴും നമ്മൾ സ്കൂളിൽ പോയിട്ട് സിബ് വലിക്കുമ്പോൾ നമ്മുടെ ചുക്കാമണി ഇതിൻ്റെ ഇടയിൽ കുടുങ്ങാറുണ്ട്. എന്തു വേണ്ടി വേദന അനുഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നേ ഈ സിബ് കൊടുക്കുന്ന പ്രശ്നമുണ്ടോ എനിക്കറിയാൻ വയ്യ. എൻ്റെ ചേച്ചിയുടെ പിള്ളേരായാലും അങ്ങനെ കുടുങ്ങിയതായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും ഫുൾ ഹൈടെക് അല്ലേ പിള്ളേരല്ല, അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല. പണ്ടത്തെ പിള്ളേർക്കൊക്കെ സ്ഥിരം വരുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ കൊച്ചിലെ നിങ്ങൾക്ക് സിബിൽ നിങ്ങളുടെ ചുക്കാമണി കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചളികൾ വാരി എറിയും കോണ്ടാക്ട്. ചളിയല്ലല്ലോ അതിനത്. അഖിൽ NRD തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അഖിൽ NRDയുടെ എല്ലാം പൊളിയാണ്. എല്ലാം പൊളി എന്ന് പറയാൻ പറ്റില്ല. എല്ലാം സിനിമകൾ ഒത്തിരി ഒരു ഡയറക്ടർ എല്ലാ സിനിമയും ഇറക്കിയ എല്ലാം 100 വിജയിക്കത്തില്ലല്ലോ. പുള്ളി ഇറക്കുന്നതിൽ എനിക്ക് തോന്നുന്നൊരു 70% 80% നല്ലതായിട്ട് ചിരിക്കാനുള്ളതാണ്. പുള്ളിയുടെ എക്സ്പ്രഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്തിടയ്ക്ക് അച്ഛനും മകനും തമ്മിലുള്ള ഒരു സാധനം ചെയ്തായിരുന്നു. അതായത് മകൻ വെള്ളം അടിക്കുകയാണെങ്കിൽ അച്ഛനും കൂടെ കട്ടയ്ക്ക് നിന്ന് വെള്ളം അടിക്കാൻ നിൽക്കുന്ന ഒരു അച്ഛൻ. അതിൻ്റെ പാട്ട് 1 2 ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ ഞാനൊക്കെ ശ്വാസം മുട്ടി ചിരിക്കുമായിരുന്നു പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അഖിൽ NRD വീഡിയോ നമ്മുടെ കാണാൻ ചാൻസ് ഇല്ല. അഥവാ കാണുകയാണെങ്കിൽ യു ആർ ഓസം, യുവർ വീഡിയോസ് ആർ ഫാൻറ്റാസ്റ്റിക്. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ അടുത്ത് നോക്കാം. പെൺകുട്ടികളുടെ ബെസ്റ്റുകളെ തല്ലിക്കൊന്ന് കൊടുക്കപ്പെടും. തല്ലിക്കൊള്ളേണ്ട ചില കേസ് വരും കേട്ടോ, ചില കേസിൽ മാത്രം. 98 ഇതൊരു ഒറിജിനൽ നമ്പറാണ്. കണ്ടിട്ടൊരു നമ്പറിൻ്റെ ലുക്കുണ്ട്. ചില ജോലികൾ ഇതുപോലെ വെറൈറ്റി ജോലികൾ വരുമ്പം ആ നമ്പർ നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ ഫേക്കാണ്. പക്ഷേ ഈ നമ്പർ കണ്ടിട്ട് ഒറിജിനൽ നമ്പറാണ് തോന്നുന്നത്. ഇതിലൊരു വെറൈറ്റി നമ്മുടെ ജോലി വന്നിട്ടുണ്ട്. കോഴികളെ പിടിച്ച് കൂട്ടിലിട്ട് കൊടുക്കുന്നു. അതൊരു വെറൈറ്റി ജോലി കേട്ടോ. അതിന് സമീപിക്കുക. അതിന് പക്ഷേ നമ്പർ കൊടുത്തിട്ടില്ല. സാധാരണ നമ്പർ കൊടുക്കുന്നതാണ്, ഇതിൽ നമ്പർ കൊടുത്തിട്ടില്ല. ഹാർപ്പി കൊല്ലാത്ത 1% കീടാണുക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ പറയുന്നതാണല്ലോ. 1%, 99% കീടാണുക്കൾ ആ 1% കൊന്നു കേട്ടോ. അതിന് 391 ലൈക്ക് ഉണ്ട്. അതിൽ സിൻസിയറായിട്ടൊരു കമ്പനി. ലൈൻ ഇല്ലാത്തവർക്ക് ലൈൻ സെറ്റാക്കി കൊടുക്കുന്നു. കോൺടാക്ട് 63 അതുള്ള നമ്പറാണെന്ന് തോന്നുന്നില്ല, ജെന്യൂനാണ്. ഇതിൻ്റെ കമൻറ്റ് റിപ്ലൈ നോക്കാവേ. അയ്യോ ഓക്കെ. സെറ്റായ ലൈൻ പൊട്ടിച്ച് കൊടുക്കുന്നു. മരങ്ങളെ കാറ്റത്താടാൻ പഠിപ്പിക്കും, നമ്പറുണ്ട്. പിന്നെ പുകയില്ലാത്ത ഡ്രാഗൺ കുഞ്ഞുങ്ങളെ
ദീദിപ്പോൾ പഠിപ്പിക്കുന്നു, കൊള്ളാം, കുഴപ്പമില്ല. വെള്ളം ഇല്ലാതെ തുണി അലക്കി കൊടുക്കും, കുഴപ്പമില്ല. പൊട്ടിച്ചിരിപ്പിക്കുന്ന സാധനം വരുമ്പോൾ ഞാൻ വായിക്കാവേ. തലച്ചോറില്ലാത്തവർക്ക് പൊതിച്ചോറ് വെച്ച് കൊടുക്കുന്നു, നമ്പർ. അത് കൊള്ളാം. വെറൈറ്റി സാധനമുണ്ട്. മൂക്കിലൂടെ ശ്വാസം വിടാനായിട്ട് ഓൺലൈൻ വഴി 5 പൈസ ഇല്ലാതെ പഠിപ്പിക്കുന്നു. മൂക്കിലൂടെ ശ്വാസം വിടാൻ. എൻ്റെ ദൈവമേ, ഇത് പൊളിയാട്ടോ. മൂക്കിലൂടെ ശ്വാസം വിടാനായിട്ട് കുറഞ്ഞ ചിലവിൽ കോഴിയെ മുട്ടയിടാൻ പഠിപ്പിക്കുന്നു. സൂപ്പർ. ആകാശത്തെ നക്ഷത്രം എണ്ണിക്കൊടുക്കുന്നു, 90 നമ്പറുണ്ട്. തേപ്പ് കിട്ടിയവരെ മാനസികമായിട്ട് തളർത്തി കൊടുക്കുന്നു. പൊട്ടിച്ച കടുക് ഒട്ടിച്ച് കൊടുക്കുന്നു. മറ്റേ കറിക്കകത്തൊക്കെ കടുക് ഇടത്തില്ല, ആ കടുക് പൊട്ടത്തില്ലേ, ആ പൊട്ടിച്ച കടുക് ഒട്ടിച്ച് കൊടുക്കുന്നു. അത് വെറൈറ്റി സാധനം കേട്ടോ. ചുട്ട കോഴിയെ പറപ്പിക്കുന്നു, അതുള്ള സാധനമാണ്. പഴയ നമ്മുടെ ജഗതിയുടെ ഡയലോഗല്ലേ, അത് കൊള്ളാം. പട്ടിയുടെ വാല് നേരെ ആക്കി കൊടുക്കും, അതും പഴയ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, അധികം ലെങ്ത് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ കമൻറ്റ്സ് കാണണമെങ്കിൽ നിങ്ങളിപ്പം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഏതൊരു വീഡിയോയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാ കാണുമ്പോൾ മിക്ക കമൻറ്റ്സിലും ഈ കമൻറ്റ് ഞാൻ വെച്ചിട്ട് ആരെ ട്രെൻഡ് കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായില്ല, ആരെ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് കേട്ടോ. ഗൂഗിൾ വീഡിയോസായിട്ട് വീണ്ടും കാണാം. കുറേ ഇൻഫർമേഷൻ വീഡിയോസും ഫൺ വീഡിയോസും ഒക്കെ നമുക്ക് ഇന്നൊരു സൺഡേ ആണ്ട് ഒരു ഫൺ ഡേ എന്ന രീതിയിലാണ് ഈ ഒരു ഫൺ സംഭവം ചെയ്തത്. പിന്നെ സമയം ഒത്തിരി ഇരുട്ടി 6:30 ഞാൻ ലേറ്റായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യും. പടപടയുന്ന സാധനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാം.